ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ ദിവസം ഇതാ അമ്മല് ആദ്യമായിട്ട് സ്കൂളിൽ പോയിട്ടുള്ള ദിവസവും അതേപോലെ തന്നെ ഓളെ പുതിയൊരു സ്കൂളിലെ കുറച്ചധികം വിശേഷങ്ങൾ കാര്യങ്ങൾ നമ്മളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഒക്കെയാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശ ആയിട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന. ഇതുവരെ രാവിലെ വലിയ തിരക്കുകൾ കാര്യങ്ങൾ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മദ്രസ മാത്രം കേട്ടോ അമ്മലിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അങ്ങനെയല്ല, രാവിലെ സ്കൂള് ഓലൊരിക്കൽ ഇനിയിപ്പോൾ തിരക്കുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണല്ലോ. പിന്നെ അതാ അയവും അതിൻ്റെ ഇടയ്ക്ക് എണീച്ചിട്ടുണ്ടായിന്. അപ്പം ഓനവിടെ ഇരുന്ന് അങ്ങനെ ചായ എടുക്കുന്നുണ്ട്. രാവിലത്തേത് മാത്രം ഓന ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അങ്ങനെ കഴിക്കിട്ടോ. നമ്മളാരെങ്കിലും അടുത്തിങ്ങനെ ഇരുന്നെടുത്താൽ മതി. ഓനെ കറിയൊന്നും പറ്റാത്തതുകൊണ്ട് തന്നെ ദോശ ചൂടോട് കൂടിയിട്ട് അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പം ഓനതങ്ങനെ കുറേ കഴിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തിരുന്നിട്ട് നാത്തൂനും ചായ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്ക് ഇങ്ങനെ പോകാനായിട്ടുണ്ട്. അപ്പോൾ +2 ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ക്ലാസ്സൊക്കെ തുടങ്ങും. ദോശയൊക്കെ ചുട്ടതിന് ശേഷം വേഗത്തിൽ തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിന് കേട്ടോ. കാരണം ഉച്ചക്കേക്കുള്ളതും വേഗത്തിൽ അങ്ങ് ആയി കിട്ടിയാൽ പോകുമ്പോൾ ഒന്നുകൂടെ എളുപ്പമല്ല നമുക്ക്. അപ്പം ഇന്നിപ്പോൾ ഇതാ മുരിങ്ങൻ്റെ ഇല കുറച്ച് കിട്ടീന്. അപ്പം അത് വെച്ചിട്ട് മുരിങ്ങയിലയും ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കണം നമ്മൾ കുറേ ദിവസമായിട്ട് അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ചക്കക്കുരുവൊക്കെ നമ്മൾ തലേ ദിവസം അങ്ങനെ ക്ലീനാക്കി വെച്ചിന്. അപ്പം ഇന്നിപ്പം മുരിങ്ങയിലൊക്കെ ഒന്ന് നന്നാക്കാനുള്ള പണികളുള്ളൂ. അതിൽ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കുറുമ്പുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് നോക്കിയിട്ട് ക്ലീൻ ആക്കിയിട്ട് അങ്ങനെ വെക്കാട്ടോ. പിന്നെ അമ്ലുവിന് ഒരിക്കലും ആക്കലൊക്കെ അയച്ച് അതൊന്നും വീഡിയോയിൽ ഇതാക്കിയിട്ടൊന്നുമില്ല. അവൾ മദ്രസ വിട്ട് വന്നിട്ട് വേഗത്തിൽ അങ്ങനെ മാറ്റി കൊടുക്കലും കുളിപ്പിക്കലും പിന്നെ ഒരു തിരക്കേനും. അതാ അയവുണ്ട് കേട്ടോ എൻ്റെ കൂടെ പോരാൻ. കുറച്ചധികം സമയം അവിടെ നിൽക്കേണ്ടി വരില്ല. അപ്പം ഓനം കൂടെ കൊണ്ടാട്ടോ സ്കൂൾക്ക് പോകണേ. അങ്ങനെ ഉപ്പതാവിടെ തൊട്ടടുത്ത് തന്നെയുള്ള സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ദൂരമൊന്നുമില്ല, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ സ്കൂളിലെത്തി. 1ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ലോണം അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബലൂണും വർണ്ണക്കടലാസുകളും ചിത്രങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ക്ലാസ്സിലെത്തിയ പാടെ തന്നെ തോൽക്ക് പോലെ പേര് ഇതൊരു ടാഗും ബലൂണൊക്കെ കൊടുത്തിന്. കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നല്ല നമ്മളൊരു കുട്ടിക്കാലൊക്കെ ഒരു ഓർമ്മ വരും. പക്ഷെ നമ്മളാ ഒരു സമയത്ത് ഇത്രമാത്രം ആവശ്യത്തിലൊന്നും നമ്മൾ സ്കൂളിൽ പോയിട്ടൊന്നും ഉണ്ടാവില്ല. കരച്ചിലും പിടിച്ചിലും അതേപോലെ ഇത്ര ബലൂണുകളോ ഇത്ര സെറ്റപ്പൊന്നും ഇല്ലല്ലോ. ഇപ്പം ശരിക്കും നല്ല രസമാണല്ലോ ഇപ്പോൾ ഓരോ പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിപ്പോൾ ചെണ്ടമേളവും അങ്ങനത്തെ ഒരു പ്രവേശനോത്സവം പോലൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം 1ാം ക്ലാസ്സിലെ കുട്ടികൾ പോലെ തലയിൽ ചെറിയൊരു അക്ഷരങ്ങളൊക്കെ ഇതൊരു ക്യാപ്പൊക്കെ വെച്ചിട്ട് ഓളിതാ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇപ്പം അങ്ങാടിയിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് സ്കൂളിൻ്റെ ഒരു കോമ്പൗണ്ട് വെച്ചിട്ട് തന്നെ പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഒരിതാ ഇങ്ങനെ നടന്ന് വരിക കേട്ടോ, 1ാം ക്ലാസ്സിലെ മക്കൾ മാത്രം. അങ്ങനെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഓരോ ക്ലാസ് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ. നമുക്കതിൻ്റെ ഇടയിൽ പാരൻസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. ഓൽക്കിങ്ങനെ ചെറിയ ഗിഫ്റ്റ് പോലെ കളറും ഷാർപ്പ്നറും പെൻസിലും ഒക്കെ അങ്ങനെ കിട്ടീന് കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് രണ്ടാൾക്കും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്താട്ടോ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയ പാടെ തന്നെ രണ്ടാളും അതെടുത്ത് അങ്ങനെ കഴിക്കുകയാണ്. നല്ലോണം വിശന്നിട്ടുണ്ട് കേട്ടോ. അയപ്പൊക്കെ പ്രത്യേകിച്ചും ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ രാവിലെ പോയിട്ട് ഉച്ച സമയമൊക്കെ ആയിരുന്നു കേട്ടോ തിരിച്ചു വന്നപ്പം. രണ്ടാളും കൂടി അതെടുത്തൊക്കെ അങ്ങനെ കഴിക്കുകയാണ്. പിന്നെ അത് അമ്ലുവൊക്കെ സ്കൂളിൽ നിന്ന് ചെറിയൊരു ഗിഫ്റ്റ് പോലെ അങ്ങനെ കിട്ടീന് കേട്ടോ. അപ്പോൾ അത് തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അത് കെട്ടി വെച്ചുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തുറക്കാൻ കുറച്ചൊരു പണിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കൂടി ഹെൽപ്പ് ചെയ്തിട്ട് അങ്ങനെ തുറന്നെടുത്തേന് കേട്ടോ. അപ്പോൾ അത് തുറന്നൊരു സന്തോഷമായിട്ടുള്ള മുഖത്ത് കാണണേ. അപ്പം ഇങ്ങനെ അതിൽ ചെറിയൊരു ക്രയോണും 2 പെൻസിലും ഒരു ഷാർപ്പ്നറൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതാണെങ്കിലും നമുക്ക് കളറിനോട് ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കിട്ടിയാലും കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഷാർപ്പ്നർ ഓളയിൽ ഇല്ലാത്തൊരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐബൂനാണെങ്കിൽ ചെറിയ പരിഭവമൊക്കെ ഉണ്ട്, ഓനക്കായിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെറിയ പരാതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓനക്ക് വേറെ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഓനൊരുവിധം സോപ്പിട്ടൊക്കെ അങ്ങനെ നിർത്തിയതാട്ടോ. അപ്പം അത് ചൂണ്ടിയിട്ട് എനിക്കത് വേണം, എനിക്ക് അങ്ങനത്തെ വേണം എന്നൊക്കെ പറയണേ.
അത്യാവശ്യം നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയ പാടെ തന്നെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇന്നിപ്പോൾ അത് ആ ചോറിന് നമ്മൾ രാവിലെ പറഞ്ഞ മുരിങ്ങയിലയും ചക്കക്കുരുള്ള കൂട്ടാനും മീൻകറിയും മീൻ പൊരിച്ചതും മമ്പയറുപ്പേരിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചോറൊക്കെ തിന്ന് അമ്ലു പിന്നെ കളറിങ്ങനെ അട്ടി വെക്കലും ബോക്സിൽ വെക്കലും അങ്ങനത്തെ ഒക്കെ ഓരോ പരിപാടികളായിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പിന്നെ വൈകുന്നേര സമയമൊക്കെ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ആയി ഇളനീരുണ്ടായിട്ട് ഇവിടെ, അപ്പോൾ അത് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാമെന്ന് കുറേ ആയി ഇങ്ങനെ വിചാരിക്കുന്നത്. അപ്പം ഇന്നിപ്പം ചൈന ഗ്രാസ് കുറേ മുന്നേ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മതിയല്ലോ, ഒരു 1-2 ഇളനീനുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കാമ്പൊക്കെ കിട്ടീന് നമ്മൾ എടുത്തപ്പോൾ. അപ്പം അത് വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കാം. ആദ്യം തന്നെ ഇളനീൻ്റെ കാമ്പും വെള്ളം കൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതെന്നാൽ നന്നായിട്ട് അങ്ങനെ അടിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നാലും ചെറിയൊരു കടി പോലെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെയും അതിലേക്ക് തന്നെ മാറ്റിയിട്ട് ഒന്നും കൂടി അങ്ങനെ അടിച്ചെടുക്കുകയാണ്. രണ്ടാമത്തേതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടീന് കേട്ടോ. ഇതേപോലെ ബൗളിലേക്ക് അങ്ങനെ മാറ്റി വെക്കുക. ഇനിയിപ്പോൾ നമ്മൾ പാല് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് പാല് 500 ml പാലിലാട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഈ ഒരു പാത്രത്തിലാണ് നമ്മളിതൊന്ന് കുറുക്കിയെടുക്കുന്നത്. അപ്പം അതിലേക്ക് ആദ്യം തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. പാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചൈന ഗ്രാസും ഒരു ഭാഗത്ത് മെൽറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പാലും ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഗ്യാസ് അടുപ്പിൽ നിന്ന് പാലും മറ്റേടത്തുനിന്ന് ചൈന ഗ്രാസും രണ്ടും അങ്ങനെ ഒരേ സമയത്ത് അങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പാലിലേക്ക് പഞ്ചസാര ചേർത്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പുഡിങ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും മധുരം ഒരു മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ മിൽക്ക് മെയ്ഡ് വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ 3-4 ടേബിൾ സ്പൂണ് അളവിൽ പഞ്ചസാര ചേർത്തെടുത്ത് പിന്നെ മിൽക്ക് മെയ്ഡും കൂടെ അങ്ങനെ ചേർത്തെടുത്ത കേട്ടോ. നല്ല മധുരം ഉണ്ടാകുമ്പോഴല്ലേ തണുക്കുമ്പം ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ പാലത്ത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഏകദേശമൊക്കെ തിളച്ച് വരുന്നുണ്ടതിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡും മധുരത്തിനനുസരിച്ച് അങ്ങനെ ചേർത്തെടുക്കണ്ടേ. പാൽ ഏകദേശമൊക്കെ ഒന്ന് തിളച്ചപ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് മെയ്ഡില്ലേ അതങ്ങനെ ചേർത്തെടുക്കുക. പിന്നെ അത് നല്ലോണം മിക്സ് ആയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇളനീനും അതിൻ്റെ വെള്ളം കൂടിയിട്ടുള്ള ഒരു മിക്സില്ലേ അതും കൂടെ അങ്ങ് ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം ചേർത്തെടുത്തിട്ട് നമ്മൾ പിന്നെ ചൈന ഗ്രാസും പിന്നെ ആ ഒരു മിക്സും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നമ്മൾ കയ്യിലുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇപ്പം ഏകദേശമൊക്കെ റെഡിയാണ് കേട്ടോ. ഇനിയിപ്പോൾ പുഡിംഗ് ട്രേയിലോ നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത് ഏതിൽ വെച്ചാലും അങ്ങനെ പെട്ടെന്ന് സെറ്റായി കിട്ടുമല്ലോ. അപ്പോൾ നമ്മളിപ്പം അത്യാവശ്യം ഒരു വലിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം ഇട്ട് ഒരു പ്ലേറ്റ് പോലത്തെ അതിലേക്കാട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ചൂടോട് കൂടിയിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മിക്സൊക്കെ നല്ലോണം ചൂടാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം രാവിലെ കേട്ടോ നമ്മൾ പിന്നെ അത് എടുത്തിട്ടുണ്ടായിന്. പിറ്റേ ദിവസം രാവിലെ എടുത്ത സമയത്ത് നമ്മൾ കുറച്ച് പൾപ്പ് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിന്, ഇളനീൻ്റെ പൾപ്പ് ഇട്ടോ. അപ്പോൾ അത് ചെറിയ കുഞ്ഞു ഇതേപോലെ പീസാക്കിയിട്ട് ഇതിന് മുകളിൽ അങ്ങനെ വെച്ചെടുക്കുക. പിന്നെ കുറച്ച് കാഷ്യൂ നട്ടും കൂടെ അങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ടായിന് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ വിചാരിച്ചു. പുഡിങ് അത്യാവശ്യം നല്ല സെറ്റായിട്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ വിതറി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയില്ല. അപ്പം എന്തൊക്കെയായാലും പുഡിങ് അടിപൊളിയായിരുന്നു. ഇനിയിപ്പം ഇളനീനായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക രസമല്ലേ. ഇളനീനിപ്പോൾ ഇനിയിപ്പോൾ ജ്യൂസാക്കി കുടിച്ചാലും പുഡിങ് ആക്കിയാലും എങ്ങനെ ആക്കിയാലും അത് വേറെ ടേസ്റ്റാണല്ലോ. അപ്പം കറക്റ്റിൽ അങ്ങനെ കട്ട് ചെയ്തിട്ട് ബൗളിലൊക്കെ ഇട്ടിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വൈകുന്നേര സമയമൊക്കെ കേട്ടോ നമ്മളിങ്ങനെ കഴിച്ചിട്ടുണ്ടായിന്. ഇപ്പം മഴയൊക്കെ ഉള്ള സമയത്ത് വേറെ രസമല്ലേ ഐസ്ക്രീം ഇങ്ങനത്തെ ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൂപ്പർ നല്ല രസം.